ഓക്കെ ഗേസ്, അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ബാക്ക് ഡ്രൈങ് 3D ഗെയിമിലെ വീണ്ടും ഒരു പുതിയ അപ്ഡേറ്റ് വന്നേക്കാണ് കേട്ടാ. അപ്പോൾ ഈ അപ്ഡേറ്റിലെ ഇഷ്ടം പോലെ പുതിയ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. അതൊക്കെ എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഗെയിമിലെ NPC ഇല്ലേ, നമുക്ക് NPCനെ സ്പോൺ ചെയ്യാൻ പറ്റും. അതൊരു പുതിയ ഫീച്ചറാ. എങ്ങനെ സ്പോൺ ചെയ്യാന്ന് പറഞ്ഞുതരാം. അതിനായിട്ടേ നമുക്ക് ആർജിസ്റ്റ് ടൂള് ഓപ്പൺ ആക്കാം. എന്നിട്ട് ബോയിന്ന് ടൈപ്പ് ചെയ്യുക. അന്നേരം ഇവിടെ ഒരു ബോയ് സ്പോൺ ആവും. ഇതേ കണ്ടില്ലേ, അയാളിത് അങ്ങോട്ടേക്ക് നടന്നു പോവുക. ഇനിയിപ്പോൾ ഗേളെന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഗേൾ സ്പോൺ ആവും. ഇതേപോലെ നമുക്ക് NPCനെ സ്പോൺ ചെയ്യാൻ പറ്റും. ഈ ഫീച്ചർ പിന്നെ പണ്ടുണ്ടായിരുന്നു കേട്ടാ. ഇന്ത്യൻ ബാക്ക് ഡ്രൈങ് 3D ഗെയിമിൻ്റെ ഓൾഡ് വെർഷൻ കയറ്റി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിൽ ഇതേപോലെ സ്പോൺ ചെയ്യാൻ പറ്റിയായിരുന്നു. പിന്നെ ഇത് ഇപ്പോഴാണ് വന്നത്. എന്നിട്ടായാലും ഇത് അടിപൊളി ഫീച്ചറാ. അതുമാത്രല്ല, നമുക്ക് ഈ NPCയെ കൊണ്ടേ ഡാൻസ് കളിപ്പിക്കാനും പറ്റും. ഇവർ ഡാൻസ് കളിക്കും. അതിനും ഒരു ചീറ്റ് കോഡ് ഉണ്ട്. അതിനു മുൻപേ നമുക്കൊരു NPCനെ സ്പോൺ ചെയ്യാം. അതിന് ബോയ്ന്ന് ടൈപ്പ് ചെയ്താൽ മതി. അന്നേരം ഇവിടെ ഒരാൾ സ്പോൺ ആയിട്ടുണ്ട്. ഇനി NPC ഡാൻസ് എന്ന് ടൈപ്പ് ചെയ്യുക. NPC DANCE ഇതേപോലെ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെപ്പൺ എടുക്കുക. ഞാനിവിടെ പിസ്റ്റൾ എടുത്തു. എന്നിട്ട് അയാളുടെ മേത്ത് വെടിവെക്കുക. ഇതേ കണ്ടില്ലേ, അയാളിത് ഡാൻസ് കളിക്കുക. ഇതും നല്ലൊരു ഫീച്ചറായുണ്ട്. ഈ ഗെയിമിൽ പിന്നെ നമുക്കും ഡാൻസ് കളിക്കാൻ പറ്റും. കഴിഞ്ഞ അപ്ഡേറ്റിൽ ആ ഒരു ഫീച്ചർ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് 2 പേർക്കപ്പോൾ ഡാൻസ് കളിക്കാൻ പറ്റും. അതിപ്പോൾ ഏതായാലും കൊള്ളാം. ഓയ് ബല്ല ബല്ലേ, ഓയ് ബല്ല ബല്ലേ. ഇയാളെ വെടിവെച്ച് കഴിഞ്ഞാൽ ആൾ ചത്തുപോവും. പിന്നെ അയാൾ ഡാൻസ് കളിക്കില്ല. ഈ ഫീച്ചർ പക്ഷേ നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റില്ല കേട്ടാ. വഴിയിൽ പോണ ആരെങ്കിലും വെടിവെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഡാൻസ് കളിക്കാൻ നിൽക്കും. ഈ ഫീച്ചർ എങ്ങനെ ഓഫ് ചെയ്യണ്ടെന്ന് എനിക്കറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞേക്ക്. പിന്നെ ഗെയിമിലെ എക്സ്പ്ലോഷൻ ഇല്ലേ, പൊട്ടുതെറി, അതും മാറിയിട്ടുണ്ട് കേട്ടാ. അതും എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് നമുക്ക് ഒരു വണ്ടി സ്പോൺ ചെയ്യാം. ഞാനിവിടെ ഫോർച്യൂണറെ സ്പോൺ ചെയ്തേ. ഇനി നമുക്ക് ഈ കാറ് കത്തിച്ചളയാം. അന്നേരം ഈ തീ കത്തണ രീതിയില്ലേ, അത് മാറിയിട്ടുണ്ട്. ഇതാ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. ഇതേ പൊട്ട് തെറിച്ചല്ലോ. അതെ, ഒരു ഡിഫൻഡർ സ്പോൺ ചെയ്യാം. ഇതേ കണ്ടില്ലേ, വണ്ടിക്ക് തീ പിടിച്ചു. തീ എത്തണ രീതി മാറിയുണ്ട്. അതേപോലെ തന്നെ RPG ഫയർ ചെയ്യുമ്പോൾ അതിൻ്റെ എക്സ്പ്ലോഷനും മാറിയുണ്ട്. എന്തൊട്ടായാലും കൊള്ളാം. ഈ ഗെയിമിൽ പിന്നെ ഏലിയൻ മോഡ് വന്നിട്ടാ. നമ്മൾ ഏലിയൻസ് ഉള്ള സ്ഥലത്തേക്ക് പോവും. അതും കൂടി എങ്ങനെയാന്ന് കാണിച്ചു തരാം. അതിനു മുൻപേ ഈ വീഡിയോ ഇതൊരിക്കും ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അതുമാത്രമല്ല, ചാനൽ ഇതൊരിക്കും സബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. ഏലിയൻ മോഡ് എടുക്കാനേ ഈ ചലഞ്ച് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അന്നേരം ഇവിടെ ഏലിയൻ കാണാൻ പറ്റും. അതുമ്മ ക്ലിക്ക് ചെയ്താൽ മതി. നമ്മളപ്പോൾ ഏലിയൻസ് ഉള്ള സ്ഥലത്തേക്ക് വരും. ഈ ഒരു സ്ഥലത്താണ് നമ്മൾ ടെലിപ്പോർട്ടായേ. ചുറ്റുവട്ടത്ത് വീടുകളൊന്നും ഇല്ല. മേലെ പിന്നെ UFO പറക്കുണ്ട്. അവിടെ അത് ഏലിയൻസ് ആണ് കേട്ടാ. നമ്മുടെ കയ്യിൽ പിന്നെ പിസ്റ്റലും സ്നൈപ്പറും മാത്രമേ ഉള്ളൂ. RPG ഒന്നുമില്ല. ഇതാണ് ഏലിയൻസ്. നമുക്കപ്പോൾ ഇവരെ ഇങ്ങ് കൊന്നുകളയാം. ഇവരെ കൊന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടാൻ പോണില്ല. എന്നാലും വെറുതെ ഇവരെ വെടിവെച്ച് കൊല്ലാം, ജസ്റ്റ് ഫോർ എ രസം. ഇവിടെ പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടാ. ആ UFO വെടിവെച്ച അതിലൊന്നും സംഭവിക്കില്ല. അതുമേ വെടിവെച്ചിട്ട് ഒരു കാര്യമില്ല. ഈ ഗെയിമിൽ പിന്നെ ഒരു പുതിയ മെഗാറാമ്പ് വന്നുട്ടാ. ഇത് പിന്നെ മുന്നേ ആ പ്ലഗ് ആപ്പിലുണ്ടായ സാധന. അതിപ്പോൾ ഈ ഗെയിമിൽ വന്നു. നമ്മുടെ പണ്ടത്തെ മെഗാറാമ്പ് ഉണ്ടായിരുന്നില്ലേ, ആ വലിയ സൈസുള്ള മെഗാറാമ്പ്. ഞാൻ പണ്ട് കുറേ വണ്ടികളൊക്കെ ജംപ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സംഭവം ഗെയിമിൽ നിന്ന് റിമൂവ് ചെയ്തു. അതിൻ്റെ പകരമാണ് ഈ സാധനം കൊണ്ടുവന്നത്. എനിക്ക് പക്ഷേ അതായിരുന്നു ഇഷ്ടം. ഇത് നമുക്ക് പിന്നെയും പ്ലഗിൻ ആപ്പിൽ നിന്ന് എടുക്കാൻ പറ്റിയേനെ. എന്തുട്ടായാലും കുഴപ്പമില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതിലിനി ഒന്നും വിട്ടുപോയില്ലെന്ന് വിചാരിക്കണു.